തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ എൻതാൽപ്പികളുടെ ഒരു ലോകമാണ്. ഒരുപാട് ടൈപ്പ് എൻതാൽപ്പി, ഫോർമേഷൻ എൻതാൽപ്പി, റിയാക്ഷൻ എൻതാൽപ്പി, കമ്പഷൻ എൻതാൽപ്പി, സബ്ലിമേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് എൻതാൽപ്പികളുണ്ട്. ഇതിൽ നിങ്ങളുടെ മൈൻഡിൽ നിർബന്ധമായിട്ടുണ്ടായിരിക്കേണ്ട പല ടോപ്പിക്കുകളിലേക്കും ആവശ്യമുള്ള ഒരു എൻതാൽപ്പിയാണ് ഫോർമേഷൻ എൻതാൽപ്പി. ആ ഫോർമേഷൻ എൻതാൽപ്പി എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെസ്സസ് ലോയുടെ ഒരു കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ബോൺ ഹേബർ സൈക്കിൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. എൻതാൽപ്പികളിൽ തന്നെ വരുന്ന ന്യൂമറിക്കൽസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ശരിക്കും ഈ ഫോർമേഷൻ എൻതാൽപ്പിയുടെ ഒരു കോൺസെപ്റ്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം ഞാനൊരു റിയാക്ഷൻ സിംപ്ലി എഴുതുകയാണ്. 2H2 + O2 = 2H2O. ഇതിങ്ങനെ എഴുതുകയാണ്. നിങ്ങൾക്ക് ഏതൊരു റിയാക്ഷൻ എഴുതിയാലും അതിലൊരു ഹീറ്റ് ചേഞ്ച് ഉണ്ടാവും. ഇതൊരു കോൺസ്റ്റന്റ് പ്രഷറിൽ നടക്കുന്ന റിയാക്ഷൻ ആണെങ്കിൽ അവിടെ ഒരു ഹീറ്റ് ചേഞ്ച് ഉണ്ടാവും. ആ ഹീറ്റ് ചേഞ്ചിനെയാണ് നമ്മൾ എൻതാൽപ്പി എന്ന് വിളിക്കുക. അപ്പോൾ ഏതൊരു റിയാക്ഷൻ്റെയും എൻതാൽപ്പിയെ നമുക്ക് റിയാക്ഷൻ എൻതാൽപ്പി അഥവാ ΔRH എന്ന് വിളിക്കാം. R കൊണ്ട് ഉദ്ദേശിക്കുന്ന റിയാക്ഷൻ. അപ്പോൾ ഏതൊരു റിയാക്ഷൻ നിങ്ങൾക്ക് എഴുതിയാലും കോമൺ ഇട്ടിട്ട് ΔRH അവിടെ ഉണ്ടാവും. ΔRH = വാല്യൂ എത്രയാണോ അത്ര ഉണ്ടാവും. സോ ഏതൊരു റിയാക്ഷനിലും എൻതാൽപ്പി ചേഞ്ച് ഉണ്ടാവും. അത് ΔRH. എന്നാൽ ആ ΔRH മാറ്റിയിട്ട് എനിക്ക് ΔFH എന്ന് എഴുതണം. ΔFH എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ആണ്. എപ്പോഴാണ് ഒരു റിയാക്ഷൻ നമുക്ക് ഫോർമേഷൻ എന്ന് വിളിക്കുക? രണ്ട് കണ്ടീഷൻ. ഒന്ന്, നിങ്ങളുടെ പ്രൊഡക്റ്റ്, ഉണ്ടാവുന്ന പ്രൊഡക്റ്റ് 1 മോൾ ആയിരിക്കണം. നിങ്ങളുടെ ഉണ്ടായ പ്രൊഡക്റ്റ് 1 മോൾ പ്രൊഡക്റ്റ് ആയിരിക്കണം. ഒന്ന്. രണ്ട്, ആ പ്രൊഡക്റ്റ് അതിൻ്റെ തന്നെ എലമെൻസ് ഇനി സ്റ്റേബിൾ സ്റ്റേറ്റിലായിരിക്കണം ഉണ്ടാവേണ്ടത്. അതെന്താ സാറേ? അത് ഓടിയില്ല, അതെനിക്ക് ഓടിയില്ല. അതെന്താ കാര്യം? യെസ്, പറഞ്ഞുതരാം. ഒന്നുകൂടി. 1 മോളായിരിക്കണം ഉണ്ടാവേണ്ട കോമ്പൗണ്ട്. രണ്ടാമത്തെ എലമെന്റ്സ് അതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്നായിരിക്കണം ഫോം ചെയ്യേണ്ടത്. അതെന്താ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നോക്കണം, ചില എലമെന്റ്സിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഹൈഡ്രജന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് H2 ഗ്യാസ് ആണ്. ഓക്സിജന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് O2 ഗ്യാസ് ആണ്. കാർബണിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് കാർബൺ സോളിഡ് ആണ്. സോളിഡ് പറഞ്ഞാൽ ഗ്രാഫൈറ്റ് ആണ്. സോളിഡ് എന്ന് എഴുതിയാൽ മതി, കാർബൺ ഗ്രാഫൈറ്റ് ആണ്. ഇങ്ങനെ കുറേ പേർക്ക് കുറേ സ്റ്റേബിൾ സ്റ്റേറ്റുകളുണ്ട്. അവരുടെ സ്റ്റേബിൾ സ്റ്റേറ്റിൽ കാൽഷ്യത്തിൻ്റെ സോളിഡാണ്, സോഡിയത്തിൻ്റെത് സോളിഡാണ്, മെറ്റലുകളൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുക സോളിഡാണ്, ക്ലോറിൻ ഗ്യാസ് ആണ്. ഇങ്ങനെ അതായത് സ്റ്റേബിളായിട്ട് എലമെൻറ്റ്സ് നിൽക്കുന്ന സ്റ്റേറ്റ് ഇങ്ങനെയാണ് വരിക. നിങ്ങൾക്ക് അത്യാവശ്യമുള്ള പോയിന്റുകളാണ്. സോ ഇവരെ ഇങ്ങനെ ഈ ഫോമിൽ നിൽക്കുമ്പോഴാണ് സ്റ്റേബിൾ സ്റ്റേറ്റ് ആവുക. ഇനി ഞാൻ കുറച്ച് എക്സാമ്പിളിലൂടെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇതിനെങ്ങനെയാണ് ഫോർമേഷൻ എൻതാൽപ്പി എഴുതുക? ഇവിടെ 2 മോളാണ് എനിക്കുള്ളത്, എനിക്ക് 1 മോളാണ് വേണ്ടത്. അപ്പോൾ ഇത് 2H2 ഗ്യാസ് + O2 ഗ്യാസ് = 2H2O ഗ്യാസ് അല്ലെങ്കിൽ 2H2O ലിക്വിഡ്. ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. എനിവേ, സോ ഈ റിയാക്ഷനിൽ 1 മോളാക്കാൻ വെരി സിമ്പിൾ. ഈ ടോട്ടൽ റിയാക്ഷനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് 1 ആവും. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 ആവും. സോ ടോട്ടൽ ഞാൻ ഫോർമേഷൻ എൻതാൽപ്പിയാക്കി മാറ്റാൻ വേണ്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 2H2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ H2, O2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ½ O2 gives H2O. ഇനി H2Oയിലുള്ള എലമെന്റ്സ് ഒന്ന് ഹൈഡ്രജനും ഒന്ന് ഓക്സിജനുമാണ്. അപ്പോൾ ഹൈഡ്രജൻ ഞാൻ ഇവിടെ എഴുതി, ഓക്സിജൻ ഇവിടെ എഴുതി. ഹൈഡ്രജന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് H2 ഗ്യാസ് ആണ്, ഓക്സിജന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് O2 ഗ്യാസ് ആണ്. കഴിഞ്ഞു. സോ നമുക്ക് ഫോർമേഷൻ എൻതാൽപ്പി കിട്ടി. സോ 2 കാര്യങ്ങൾ നോക്കിയാൽ മതി. ഉണ്ടായ പ്രൊഡക്റ്റ് 1 മോളല്ലേ നോക്കണം, ആ പ്രൊഡക്റ്റ് അതിൻ്റെ തന്നെ എലമെന്റ്സ് എന്നല്ലേ എന്ന് നോക്കണം. അങ്ങനെ അല്ലാണ്ട് വരുമോ സാർ? വരാലോ. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കാക്കോത്രി ഉണ്ടാവുന്ന റിയാക്ഷൻ ഇല്ലേടാ, CaO + CO2. CaO സോളിഡ് ആണ്, CO2 ഗ്യാസ് ആണ്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് CaCO3 ഉണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് പറയും, ഇതൊരിക്കലും ഫോർമേഷൻ എൻതാൽപ്പി അല്ല. കാരണം ഇവിടെ 1 മോൾ ഉണ്ടായതുകൊണ്ട് കാര്യമല്ല. ഈ 1 മോൾ കോമ്പൗണ്ട് ഉണ്ടായത് അതിൻ്റെ എലമെന്റ്സ് എന്നല്ല. CaO എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഉണ്ടോ? അത് കോമ്പൗണ്ട് അല്ലേ. CO2 എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ടോ? കോമ്പൗണ്ട് അല്ലേ. എങ്ങനെ അതിൻ്റെ എലമെന്റൽ സ്റ്റേറ്റിൽ എഴുതുക? വെരി സിമ്പിൾ. പ്രൊഡക്റ്റ് CaCO3. ഓക്കെ. അതിൻ്റെ എലമെന്റൽ സ്റ്റേറ്റ് ആണ്, ഒന്ന് കാൽഷ്യമാണ്, ഓക്കെ, ഒന്ന് കാർബൺ ആണ്, ഓക്കെ, ഒന്ന് ഓക്സിജൻ ആണ്. കാൽഷ്യത്തിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് സോളിഡ് ആണ്, കാർബണിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് സോളിഡ് ആണ്. ഓക്സിജന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് O3 അല്ല, O2 ഗ്യാസ് ആണ്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാലൻസും കൂടി ചെയ്താൽ കഴിഞ്ഞു. സെറ്റ് ബാലൻസ് ചെയ്യാൻ വെരി സിമ്പിൾ ആണ്. ഇവിടെ 3 ഓക്സിജൻ, ഇവിടെ 2 ഓക്സിജൻ. അപ്പോൾ സ്റ്റേബിൾ ആക്കാൻ വേണ്ടി നമ്മൾ 3/2 O2 എന്ന് കൊടുത്താൽ മതി. 3/2 എന്ന് പറഞ്ഞാൽ 1.5 × 2. 1.5 O2 എന്ന് പറഞ്ഞാൽ 1.5 O2 എന്ന് പറഞ്ഞാൽ 1.5 O അല്ല, 1.5 O2. അപ്പോൾ 1.5 × 2 പറഞ്ഞാൽ 3. സോ സിമ്പിൾ. സോ ഇത് എന്തായി മാറും? ഇത് ഫോർമേഷൻ എൻതാൽപ്പിയായി മാറും. ഇതിനെ ഫോർമേഷൻ എൻതാൽപ്പി എന്ന് വിളിക്കാൻ പറ്റില്ല, ഇതിനെ റിയാക്ഷൻ എൻതാൽപ്പി എന്ന് വിളിക്കാൻ പറ്റും. സോ ഏതൊരു കോമ്പൗണ്ടിനെയും ഫോർമേഷൻ എൻതാൽപ്പി എഴുതാൻ പറഞ്ഞാൽ മക്കൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഏതൊരു കോമ്പൗണ്ടിനെയും ഫോർമേഷൻ എൻതാൽപ്പി എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഒരൊറ്റ എക്സാമ്പിൾ ആയിട്ട് പറയാം. ബെൻസീൻ്റെ ഫോർമേഷൻ എൻതാൽപ്പി എഴുതുക. ΔFH ഓഫ് ബെൻസീൻ. ബെൻസീൻ്റെ ഫോർമേഷൻ എൻതാൽപ്പി എഴുതാൻ പറഞ്ഞാൽ വെരി സിമ്പിൾ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വിചാരിച്ചോ. സോ ബെൻസീൻ എന്ന് പറഞ്ഞാൽ ആരാ? C6H6 ആണ്. അപ്പോൾ ബെൻസീൻ ഫോം ചെയ്തു. 1 മോൾ ബെൻസീൻ ഫോം ചെയ്തു. ബെൻസീനിലുള്ള എലമെന്റ്സ് കാർബണും ഹൈഡ്രജനും. അപ്പോൾ കാർബൺ എഴുതണം ഇവിടെ എലമെന്റിൽ. കാർബണിന്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് ഏതാ? കാർബൺ സോളിഡ് ആണ്.
ഹൈഡ്രജൻ്റെ എലമെന്റൽ സ്റ്റേറ്റ് ഏതാ? H2 ഗ്യാസ് ആണ്. ഈ എലമെന്റൽ സ്റ്റേറ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് എങ്ങനെയാണ് സാറേ ഞങ്ങൾക്ക് മനസ്സിലാവുക? ജസ്റ്റ് ഇതേപോലെ കുറച്ച് അധികം റിയാക്ഷൻസ് എഴുതി നോക്കിയാൽ നിങ്ങളുടെ മൈൻഡിൽ തന്നെ വരും. ദെൻ ബാലൻസ് ചെയ്യുന്നു. എത്ര കാർബൺ? 6 കാർബൺ. ഇവിടെ 6 പറ്റുമോ സാർ? ഇവിടെ പറ്റും, അവിടെ പറ്റില്ല. അവിടെ ഒരു മോൾ C6H6. ഇവിടെ മുമ്പിൽ എത്ര നമ്പർ ഇട്ട് കൊടുക്കാം? യെസ്, H2 അവിടെ 6 ഉണ്ട്, ഇവിടെ 2 ഉള്ളൂ, 3H2 കഴിഞ്ഞു. ഇവിടുന്ന് ഉണ്ടാകുന്ന എൻതാൽപ്പി ചേഞ്ച് നിങ്ങൾക്ക് ഫോർമേഷൻ എൻതാൽപ്പി എന്ന് വിളിക്കാം. ഇങ്ങനെ എഴുതി പഠിച്ചുകൊണ്ടുള്ള ഗുണം എന്താ? ബോൺ ഹേബർ സൈക്കിളിലും ഹെസ്സസ് ലോ ഓഫ് കോൺസ്റ്റന്റ് ഹീറ്റ് സമ്മേഷനിലും ഒക്കെ നിങ്ങൾക്ക് ഫോർമേഷൻ എൻതാൽപ്പിയുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ സിംപ്ലി നിങ്ങൾക്ക് ഫോർമേഷൻ എൻതാൽപ്പിയുടെ ഈ ഐഡിയ നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയാണ് ഫോർമേഷൻ എൻതാൽപ്പിയുടെ റിയാക്ഷൻസ് എഴുതുന്നത്.